എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. നാളികേരത്തിന് പൊള്ളുന്ന വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നാളികേരം ഒഴിവാക്കി എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു പാലപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാനിന്ന് കാണിച്ചു തരുന്നത്. നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള പാലപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ ആവശ്യപ്രകാരം നാളികേരം ഒഴിവാക്കി ചെയ്തെടുക്കുന്ന പാലപ്പമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയും. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് നിങ്ങളുള്ളതെങ്കിൽ മാവ് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് മാവ് ഇറക്കി വെച്ചാൽ മതിയാകും. അങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നാളികേരം ചേർത്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഒരു തരി പോലും സ്വാദും കുറയുന്നില്ല. നമ്മൾ ഈ പാലപ്പത്തിലേക്ക് പ്രത്യേക ഇൻഗ്രീഡിയന്റ് കൂടി ചേർത്തിട്ടാണ് ഇതിനെ സ്വാദിഷ്ടമാക്കുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു പാലപ്പം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് അപ്പത്തിന്റെ കൂട്ട് തയ്യാറാക്കി വെക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വറുത്തരിപ്പൊടിയാണ് എടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് അരി കുതിർത്തി അരച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പത്തിനായുള്ള അരി എടുക്കുമ്പോൾ ഒരു തരി പോലും കട്ടകളൊന്നും തന്നെ ഇല്ലാത്തതും തരിതരിപ്പില്ലാത്തതും വേണം എടുക്കാനായിട്ടും. നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുന്നതിനായിട്ട് കപ്പിയൊന്നും തന്നെ കാച്ചുന്നില്ല. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് അളവിലെ ചോറ് ചേർക്കാം. ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ചൂടോടുകൂടിയുള്ള റൈസാണ്. നിങ്ങളെടുക്കുന്ന ചോറിന് ചൂടില്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തും അരച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊടിയുപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പം കഴിക്കുമ്പോൾ ചെറിയ മധുരത്തോടു കൂടി കഴിക്കുമ്പോഴാണ് നല്ല സ്വാദ് കിട്ടുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 സ്പൂൺ അളവിൽ മാത്രമാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല, തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. പകരമായിട്ട് നമ്മൾ ചേർക്കുന്നത് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണയാണ്. ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ അപ്പത്തിന് നല്ല സ്വാദ് കിട്ടും. അതുപോലെ നല്ല സോഫ്റ്റ് കിട്ടും. നാളികേര പാല് ചേർത്തുണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടും. ഇനിയിപ്പോ ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മാവ് പെട്ടെന്ന് പൊങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവില് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈസ്റ്റിന് പകരമായിട്ട് നിങ്ങൾ അപ്പം പൊങ്ങി കിട്ടാനായിട്ട് എന്താണോ ചേർക്കുന്നത് അത് ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഈസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തിട്ടുള്ള മാവ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഒരു തരി പോലും കട്ടകളില്ലാതെ വേണം ഇളക്കി കൊടുക്കാനായിട്ടും. മാവ് മിക്സ് ചെയ്തെടുത്തപ്പോൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 1/2 ഗ്ലാസ് ആദ്യം ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്തപ്പോൾ നല്ല കട്ടിയായതുകൊണ്ട് മിക്സിയുടെ ജാറ് കഴിയിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൊടി മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു 2.5 ഗ്ലാസ് വെള്ളം ആവശ്യമായിട്ട് വരും. കട്ടകളെല്ലാം ഉടച്ച ഇതേ ഒരു അയവിനാണ് നമ്മുടെ മാവിന്റെ കൂട്ടിരിക്കേണ്ടത്. ഇനി നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മാവിനെ ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് പൊങ്ങി കിട്ടുന്നതാണ്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മാവിന്റെ മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. മൂടി വെച്ച പാത്രത്തിന്റെ മേലെ വരെ തന്നെ മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മാവ് ഇവിടെ നല്ല വണ്ണം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മാവ് അധികം ശക്തിയില്ലാതെ തന്നെ വേണം ഇളക്കി കൊടുക്കാനായിട്ടും. മാവിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ബബിൾസ് ഒക്കെ അധികം പൊട്ടിച്ചെടുക്കാതെ തന്നെ വേണം നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ടും. ഇനി ഈ കൂട്ടിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഈ ഒരു സമയത്തും മാവിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ അപ്പം തയ്യാറാക്കുമ്പോൾ ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി ചൂടായ പാനിലേക്ക് സിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഓരോ തവി മാവും കോരി ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. മാവ് ചുറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിറയെ ഹോൾസുകൾ വന്ന് തുടങ്ങണം. ഹോൾസ് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അപ്പം എടുത്തൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് രണ്ടാമതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഷേപ്പാക്കി എടുക്കുന്നതും.
വീണ്ടും നിറയെ തന്നെ ഹോളുകൾ വന്നു തുടങ്ങി. വീണ്ടും മൂടി വെച്ചിട്ടുണ്ട്. രണ്ടാമതും അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ അപ്പവും നമുക്ക് എടുത്ത് മാറ്റാം. അതിനുശേഷം അടുത്തത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തു കാണിക്കുവാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എല്ലാ പാലപ്പവും വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് കാണാലോ, ചട്ടിയിലൊന്നും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് കളറോട് കൂടി തന്നെ നമുക്ക് അപ്പം എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അതുപോലെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ കൂടി എത്താം. അതുവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.